പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ 31 രാത്രി, നാളെ ജനുവരി 1. ചിലരൊക്കെ ഈ ഡിസംബർ 31 രാത്രിയിൽ പുതുവർഷം ആഘോഷിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ സുറിയാനി സഭയുടെ പാരമ്പര്യമല്ല. പലരും അവരവരുടെ പുകഴ്ത്തി പറയുവാൻ വേണ്ടി കാണിക്കുന്ന ഓരോ കോപ്രായങ്ങൾ, അല്ലാതെ അതിന് മറ്റു പേരുകളൊന്നുമില്ല. കാരണം യഹൂദന്മാരുടെ പെരുന്നാളായ ജാനസ് ദേവന്റെ ഉത്സവമാണ് ജനുവരി 1 എന്ന് പറയുന്നത്. റോമയുടെ ഒരു ദൈവമാണ്. ഈ ജാനസിനെ ആരാധിക്കുന്നത് രാത്രിയിലാണ്. 1-ാം നൂറ്റാണ്ടിൽ ജാനസ് ദേവനെ ആരാധിക്കാൻ പോവുമായിരുന്നു. പക്ഷെ 2-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ഒറിജിൻ എന്ന നമ്മുടെ പിതാവ് എഴുതിയിട്ടുണ്ട്, റോമാക്കാരുടെ ആണ്ടവസാന ആരാധനയിൽ പങ്കെടുക്കരുത്, അത് ജാതീയമാണ്. അവിടെ ജാനസ് ദേവനെ ആരാധിക്കുകയാണ് രാത്രിയിൽ. പെന്തക്കോസ്തുകാർ ആ ആരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾ സൂര്യദേവന്റെ പെരുന്നാളായി ആരാധിക്കുന്നു എന്ന് ആണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ സൂര്യദേവന്റെ ഉത്സവം ഓഗസ്റ്റ് 28-നായിരുന്നു. അത് ഒറേനിയസ് 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യാനികളുടെ പെരുന്നാളായ ഡിസംബർ 25 ആക്കി. യഥാർത്ഥത്തിൽ ക്രിസ്മസ് ആണ് ഡിസംബർ 25. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഡിസംബർ 31 ഈ ജാനസ് ദേവന്റെ ഉത്സവം ക്രിസ്തുവിന് മുൻപേ തന്നെ ഉണ്ടായിരുന്നു. 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും ഈ ഉത്സവം വളരെ സ്ട്രോങ് ആയിരുന്നു. 2-ാം നൂറ്റാണ്ടിലാണ് ഒറിജിൻ എഴുതിയത്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിങ്ങൾ അതിൽ പങ്കെടുക്കരുത്. ഈ ഡിസംബർ 31 ക്രിസ്ത്യാനികൾ രാത്രിയിൽ ആരാധന നടത്തരുത് എന്ന് ഒറിജിൻ എഴുതിയിട്ടുണ്ട്. ആ പിതാവ് എഴുതിയതിനെ ധിക്കരിച്ചുകൊണ്ട് ഇന്ന് പലരും അതിന് കോപ്രായങ്ങൾ കാണിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇന്നത്തെ ക്രിസ്ത്യാനികളിൽ പലർക്കും അറിയാത്ത കാര്യങ്ങളായിരിക്കാം. അതിന് സഭയുടെ പാരമ്പര്യം മനസ്സിലായെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. ആധുനിക പെന്തക്കോസ്ത് തുടങ്ങിയ ദിവസം ഡിസംബർ 31 രാത്രിയിലാണ്. അതായത് ജനുവരി 1. 1901 ഡിസംബർ 31 ജാനസ് ദേവനെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവരിൽ അന്യഭാഷ ഉണ്ടായത്. ആഗ്നസ് ഓസ്മാൻ എന്ന ലേഡിയാണ്, ആഫ്രിക്കൻ ലേഡി, ആദ്യം അന്യഭാഷ തുടങ്ങിയത്. ഈ ജാനസ് ദേവന്റെ ഉത്സവത്തിൽ പങ്കെടുത്തപ്പോഴാണത്. ഈ ജാനസ് ദേവന്റെ പേരിലാണ് ജനുവരി മാസം തന്നെ തുടങ്ങിയത്. ഈ ജാനസ് ദേവന് 2 തലയാണുള്ളത്, ഒന്ന് മുന്നിലേക്കും ഒന്ന് പുറകിലേക്കും. അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാർ ഡിസംബർ 31 കഴിഞ്ഞ വർഷത്തെ പറ്റി, ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ, ദൈവം എനിക്ക് തന്ന പ്രയാസങ്ങൾ, എനിക്ക് തന്ന സന്തോഷങ്ങൾ, എൻ്റെ കുറവുകൾ, എനിക്ക് ശോഭിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറയുകയും വരുന്ന വർഷത്തേക്ക് പ്രതിജ്ഞ കൂടുതലായിട്ട് ആളുകളെ പിടിച്ചുകൊണ്ടുവരും, കർത്താവുമായിട്ട് സംസാരിക്കും, കർത്താവിനെ കാണും, ശോഭിക്കും, തിളങ്ങും എന്നൊക്കെ പറയും. 2 തലയുള്ള ആരാധനയാണ് യഥാർത്ഥത്തിൽ. റോമൻ ദേവനെ ആരാധിക്കുകയാണിവർ. യഥാർത്ഥ ക്രിസ്ത്യാനികൾ ഇത് മനസ്സിലാക്കുക, ഇതിനെ ശ്രദ്ധിക്കുക. അപ്പോൾ മനസ്സിലാകും, പുരാതന റോമൻ സാമ്രാജ്യത്തിന്റെ കാലം മുതൽ പല ദേവന്മാരിൽ ഒരു ദേവനാണ് ജാനസ്. ഈ ജാനസ് ദേവന്റെ മുന്നോട്ടിരിക്കുന്ന തല ഭാവിയെ നോക്കിയും പിന്നോട്ടിരിക്കുന്ന തല ഭൂതകാലത്തിലേക്കുമാണ്. ഡിസംബർ 31 അവർ ഈ ജാനസ് ദേവന് പ്രത്യേക പൂജകളോടെ അവർ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. റോമൻ ജാഗൽ മതത്തിന്റെ ദേവനായിരുന്നു ജാനസ്. ഡെറ്റിയുടെ കാര്യങ്ങൾ
ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല ദിവസങ്ങളായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സഭയുടെ യഥാർത്ഥത്തിൽ 1-ാം തീയതിയുള്ള ആരാധന കപ്പദോക്യം പിതാക്കന്മാരുടെ ഓർമ്മയാണ്. കർത്താവേശു മിശിഹായുടെ ചേലകർമ്മ പെരുന്നാളാണ്. ഇതൊന്നും ആഘോഷിക്കാതെ ജാനസ് ദേവനെ ആരാധിക്കുന്ന പല പട്ടക്കാരും പല മേൽപ്പട്ടക്കാരും, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചിലർ മാത്രം അതിന് ഒത്തുതുള്ളുന്ന കുറെ അൽമായക്കാരും, ഇതെല്ലാം വെറും കോപ്രായങ്ങളാണെന്ന് മനസ്സിലാക്കുക. യഥാർത്ഥ സുറിയാനിയുടെ ആരാധനയല്ല. നിങ്ങൾക്കോരോർക്കും നന്മ നിറഞ്ഞ സന്തോഷകരമായ സമാധാനകരമായ ഒരു പുതുവർഷം ഉണ്ടാകട്ടെ, ഒരു യഥാർത്ഥ ക്രൈസ്തവനാകട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.